ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങളെന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യും. ചക്കക്കുരു കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം തോന്നും. ഞാനത് ഹോട്ട് എയർ ഫ്രൈയിൽ ചെയ്തു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും ഈ ചക്കക്കുരു കൊണ്ടുള്ള വിഭവങ്ങൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ചെറുപ്പത്തിലെ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ഇതിപ്പോൾ എളുപ്പം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമായി തോന്നിയപ്പോൾ ഞാൻ ചെയ്ത് അത് നിങ്ങൾക്ക് എത്തിക്കുന്നു. ഇതാണ് ചക്ക മുറിച്ചെടുത്താണ് ചക്കച്ചുള. ഇത് ശരിക്കും പഴച്ചക്കയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ പഴച്ചക്ക കൊണ്ട് നമ്മൾ വെരുക്കും, ഇതിന് നല്ല ഹലുവയാക്കി മാറ്റും. അപ്പോൾ അതിലുള്ള കുരുവാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ കുരുവിനെ നമ്മൾ കഴുകിയെടുക്കും. ചക്കക്കുരുവിലെ വെള്ളം പറ്റാനാണ് ആ പേപ്പറിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ കഴുകിയെടുത്ത ചക്കക്കുരു ഇതേ നമ്മൾ കഴുകിയെടുത്ത ചക്കക്കുരുവാണ്. ഇതിൻ്റെ ഇതുണ്ടല്ലോ കണ്ണുണ്ട്, കണ്ട ഈ ഭാഗത്ത് ഒരു കണ്ണെന്ന് പറഞ്ഞ സാധനമുണ്ട് ഇവിടെ അതങ്ങോട്ട് പൊട്ടിച്ച് കളയണം. അല്ല, കോഴിമുട്ടൊക്കെ നമ്മൾ മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും, എന്ന പോലെ ഇതും പൊട്ടിത്തെറിക്കും. ഇതിൽ എയർ നിറഞ്ഞിട്ട് ഈ തൊലിയില ഇത് ഒന്ന് ലൂസായി ഇവിടെ നിന്ന് വിടിയിച്ചില്ലെങ്കിൽ ഈ തൊലി ഇങ്ങനെ പൊട്ടണം ഇത്. അപ്പോൾ പൊട്ടിത്തെറിക്കില്ല, കാരണം എയർ ടൈറ്റ് ആവുന്നില്ല. അപ്പം നമ്മൾ ഈ നന്നാക്കി പൊട്ടിച്ചൊക്കെ വെച്ചിരിക്കുന്ന ചക്കക്കുരു എന്ത് ചെയ്യും, ഈ എയർ ഫ്രൈയിൽ ഇട്ടിട്ട് പരിപാടിയാണ്. 200 സെറ്റ് ചെയ്യണം. അതിൻ്റെ 200 ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടൈമിങ് നമുക്ക് ഒരു 5 വെച്ച് കൊടുക്കാം. 5 ഹോട്ട് എയർ ഫ്രയറിൽ വെച്ച ചക്കക്കുരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് വെന്ത് പാകമായി ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വെന്ത് കിട്ടും. നമുക്ക് തൊണ്ടിനെ ഒലിച്ചളയും. അപ്പോൾ കറമ്പലടക്കമുള്ള ഒരു ഇതാൻ പോലെ ഉണ്ട് ഏകദേശം, അല്ലേ? ബദാമിനെക്കാട്ടും പോഷകമുള്ള സാധനമാണ് ചക്കക്കുരു. പെട്ടെന്ന് കിട്ടും. പച്ചയിൽ നമുക്കിത് ബുദ്ധിമുട്ടാണ്, ക്ലീനാക്കാൻ കുറേ സമയം എടുക്കും. പച്ചയായി കഴിഞ്ഞു ഒന്നിലെ പുഴുങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുമാതിരി ഹോട്ട് എയർ ഫ്രയറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഹോട്ട് എയർ ഫ്രയറിൽ വേവിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം നല്ല സ്ട്രോങ് ആയിട്ട് നല്ല എന്താ പറയുക റോസ്റ്റ് ചെയ്ത് കിട്ടും നമുക്ക് ചക്കക്കുരു. അപ്പോൾ ഏകദേശം ചക്കക്കുരു നന്നാക്കി കഴിയാറായിട്ടുണ്ട്. ഈ തൊലി ഭയങ്കര ഡേഞ്ചറാണ്. ഇത് തൊണ്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടിക്കും. പിന്നെ ഇതിങ്ങനെ എയർ ഫ്രൈയിൽ വെച്ച് നമ്മൾ വേവിച്ചിട്ട് ഫ്രൈ മാതിരി ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ചക്കയുടെ പുട്ടുണ്ടാക്കാം, ചക്കര പൊട്ടുപൊടി ഉണ്ടാക്കാം. അതുകൊണ്ട് പിന്നെ ചക്കക്കുരുവിൻ്റെ അതുകൊണ്ട് പുട്ടുണ്ടാക്കാം, പിന്നെ പലതും ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കാം, അതിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാം, അങ്ങനെ പല സാധനം ഉണ്ടാക്കാം. പോഷക ഗുണങ്ങളുള്ള ഒരു കുരുവാണ്. നമ്മൾ സാധാരണ ബദാം അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കണ മരുന്ന് തന്നെയുള്ളൊരു സംഭവമാണ് ഇതും. ഇത് കേരളത്തിലെ നമ്മുടെ പണ്ട് മുതൽ, ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്കും അറിയില്ല ചക്കക്കുരുവിനെ കുറിച്ച്, ആരും കഴിക്കാറില്ല എന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ ഇത് കുറേ ഉണ്ട് ചക്ക. അപ്പോൾ അത് ചക്ക എന്നുള്ളത് ഞാൻ കളയാണ്ടേ നമുക്ക് ഉപകാരപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാതിരി കാര്യങ്ങൾ കഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ഇതറിയണവരായിരിക്കും മിക്കവരും, പക്ഷെ എന്നാലും ഞാനതൊന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പലർക്കും അറിയില്ല, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഒരു പക്ഷേ ഈ ചക്കക്കുരുവിൻ്റെ വാല്യൂ, ചക്കക്കുരു എന്താണെന്നൊന്നും ചില പക്ഷെ അറിയില്ല. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ മദറെല്ലാം ചക്കക്കുരു കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കറി ഉണ്ടാക്കാറുണ്ട്, ചുട്ടു തരാറുണ്ട്, പുഴുങ്ങി തരാറുണ്ട്. ഇതിൻ്റെ തൊലിയൊലിക്കൽ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് തൊലി, ഇതാണ് ബാക്കിയുള്ള. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് കുറച്ച് തരി ഉപ്പ് കണ്ടോ. ഇനിയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. ഇത് ആഹാ, അപ്പോൾ ഉപ്പും കൂടി ചേർത്തപ്പോൾ ഇതിൻ്റെ റിയൽ രുചി വന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.